പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചസാര ഉൽപാദക രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലിൽ ആണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയും ചൈനയും തമ്മിലാണ് ഈ പഞ്ചസാര ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് മത്സരം നിലനിൽക്കുന്നത്. ചിലപ്പോഴെങ്കിലും ചൈന ഒന്നാമതെത്തും, അതല്ല എങ്കിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ മുന്നിലെത്തും. ഈ രണ്ടാം സ്ഥാനം ഈ ചൈനയും ഇന്ത്യയും പലപ്പോഴും മാറി മാറി കയ്യേറുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതേസമയം ലോകത്തെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്ന ആളുകൾ എന്നത് ഇന്ത്യയിൽ തന്നെയാണ്. അതിലെപ്പോഴും ഇന്ത്യ തന്നെ ആണ് മുന്നിൽ. എന്നാൽ ഇപ്പോൾ ഇന്ത്യ വലിയൊരു വെല്ലുവിളിയെ നേരിടുകയാണ്. പഞ്ചസാരയ്ക്ക് ദിവസങ്ങൾക്കുള്ളിൽ വലിയ തോതിൽ വില വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഉത്സവ സീസൺ ഉൾപ്പെടെയാണ്. മറ്റൊന്ന്, എഥനോൾ ഉൽപ്പാദനം ഇപ്പോൾ രാജ്യത്ത് വർദ്ധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചസാരയ്ക്ക് വില വർദ്ധിച്ചു എന്ന നിരീക്ഷണം കൂടിയാണ് നടത്തുന്നത്. അതായത് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർത്തുന്നതിന് പകരം ഇന്ധനത്തിൽ എഥനോൾ ചേർത്തുകൊണ്ട് വില നിയന്ത്രിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അതാണോ ഇപ്പോൾ ഈ പഞ്ചസാര വില ഉയരാൻ കാരണം എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും നമ്മൾ മലയാളികൾക്ക് അടക്കം നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പഞ്ചസാര. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുകയും അതിനെ തുടർന്ന് പലരും ഈ പഞ്ചസാര ഉപയോഗം ഒക്കെ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശീലങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പഞ്ചസാര എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ പഞ്ചസാരയുടെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്പോഴത്തെ വില വിവര പട്ടിക അനുസരിച്ച് കേരളത്തിലടക്കം 52 രൂപ മുതൽ 58 രൂപ വരെയാണ് പഞ്ചസാരയ്ക്ക് നൽകേണ്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പഞ്ചസാരയുടെ വില 40-45 എന്ന നിലയിലായിരുന്നു ഒരു കിലോഗ്രാമിൻ്റെ വിലയെങ്കിൽ അതിപ്പോൾ 52 മുതൽ 58 രൂപ വരെ എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നതാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 15 ദിവസത്തിനിടെ പഞ്ചസാര വില 6 രൂപ കൂടിയിരിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷത്തെ കണക്ക്, അതായത് 2026-25 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു വർഷത്തിനിടെ പഞ്ചസാര വിലയിൽ 13% വർധനമാണ് രേഖപ്പെടുത്തിയത് എന്നതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് രാജ്യത്തെ പഞ്ചസാരയുടെ വിലവർധനവ് സംബന്ധിച്ച കണക്കുകൾ ആണ്. അതിൽ തന്നെ ഒരു മാസത്തിനിടെയാണ്, അതായത് ഒരു വർഷത്തിനിടെ 13% വില കൂടുമ്പോൾ അതിൽ ഒരു മാസത്തിനിടെയാണ് 9% വിലവർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്താണ് ഇതിലേക്ക് എത്തിച്ച സാഹചര്യം? പ്രിയപ്രേക്ഷകരെ, ഈ വില കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത് ഉത്സവകാലത്തെ കൂടിയ ഉപയോഗം എന്നതാണ്. നമ്മളിപ്പോൾ ഓണക്കാലത്ത് കൂടിയാണ് കടന്നു പോകുന്നത് എന്നതറിയാം. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തും ഈ മധുരം കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന, മധുരം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പലഹാരങ്ങൾ ഉൾപ്പെടെ ഒക്കെ അധികം ചെലവഴിക്കപ്പെടുന്ന ഒരു സമയം ആണ് എന്നതിൽ തർക്കമൊന്നുമില്ല. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തൊട്ടാകെ ഒരു ഉത്സവ സീസൺ, ഉത്തരേന്ത്യയിലടക്കം വിവിധ ഉത്സവങ്ങൾ നടക്കുന്ന, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലടക്കം ഉത്സവ സീസണുകൾ ആയതുകൊണ്ട് തന്നെ രാജ്യത്ത് ഉത്സവ സീസൺ കടന്നു പോകുന്നു. അതുകൊണ്ടാണ് പഞ്ചസാരയുടെ വില കൂടിയത് എന്നതാണ് ഒരു നിഗമനം. മറ്റൊന്ന്, എഥനോൾ നിർമ്മാണം വർദ്ധിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹോർമൂസ് കടലിടുക്കിൽ അടക്കം ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചുവെങ്കിലും അത് താരതമ്യേന കുറവാണ്. അവിടെ കേന്ദ്ര സർക്കാർ ഇന്ധനത്തിൽ എഥനോൾ ചേർത്തുകൊണ്ടാണ് ഇത് നിയന്ത്രിച്ചത്. പ്രത്യേകിച്ച് E20 ഉപയോഗിച്ചുകൊണ്ടുള്ള, എഥനോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ധനമാണ് ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് രാജ്യത്ത് കരിമ്പ് കൃഷിയിൽ കുറവുണ്ടായിരിക്കുന്നു എന്നതാണ്. മഹാരാഷ്ട്ര, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമികളിൽ ഇപ്പോൾ കൃഷി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ഈ കരിമ്പ് കൃഷി എന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 5.83 ദശലക്ഷം ഹെക്ടർ ഭൂമിയിൽ ആണ്, അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ആണ് ഇപ്പോൾ കരിമ്പ് കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകൾ കുറവാണ്. അതായത് ഭൂവിസ്തൃതിയിൽ കുറവുണ്ടായിരിക്കുന്നു എന്നതും കരിമ്പിൻ്റെ വില കൂടുന്നതിനും അതോടൊപ്പം തന്നെ ഈ പഞ്ചസാരയുടെ വില വർദ്ധിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാരാഷ്ട്രയിൽ അടക്കമുള്ള കരിമ്പിന് വലിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. 30% വില വർദ്ധിച്ചു എന്നതാണ് നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതോടൊപ്പം ചില ഡേറ്റകൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ലോകത്തെ ഏറ്റവും അധികം പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ പഞ്ചസാര ഉൽപ്പാദനം എങ്ങനെയെന്ന് ഈ കണക്കുകൾ എടുത്തു പറയേണ്ടത് ഒരു വർഷം ഒക്ടോബർ മുതലാണ് ഈ സീസൺ ആരംഭിക്കുന്നത്. ഒക്ടോബർ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ സീസൺ എന്നത്.
നമ്മൾ മറ്റൊരു സീസണിലേക്ക് കടക്കുകയാണ്. ഈ പഞ്ചസാരയുടെ ഉൽപ്പാദനവും കണക്കുകളുമായി ബന്ധപ്പെട്ട് 2021-22 35 ദശലക്ഷം ടൺ ആയിരുന്നു നമ്മുടെ രാജ്യത്തെ പഞ്ചസാര ഉൽപ്പാദനം. 2022-23 എത്തിയപ്പോൾ അതിൽ കുറവുണ്ടാകുന്നു. 3 ദശലക്ഷം ടൺ കുറഞ്ഞ് 32 ദശലക്ഷം എന്ന നിലയിലേക്ക് കുറഞ്ഞു. 23-24 വീണ്ടും അത് കുറവ് രേഖപ്പെടുത്തുന്നു. 31 ദശലക്ഷം ടൺ എന്നതാണ്. ഈ കണക്കുകളിൽ ഏറ്റവും കുറവ് 2024-25 വർഷത്തിൽ ആണ്. 29 ദശലക്ഷം ടൺ ആണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച പഞ്ചസാരയുടെ അളവ്. ഇപ്പോൾ കടന്നു പോകുന്ന സീസൺ, ഈ സീസണിൽ 2025-26 സീസണിൽ ഇതുവരെ 32.4 ദശലക്ഷം ടൺ പഞ്ചസാരയാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. ഇതാ മറ്റു ചില വിവരങ്ങൾ കൂടി ഇതുമായി പങ്കുവെക്കേണ്ടതായി വരുന്നത്. ഈ പഞ്ചസാരയുടെ വാർഷിക ഉപഭോഗത്തെ സംബന്ധിച്ച കണക്കാണ്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 28 ദശലക്ഷം ടൺ ആണ് നമ്മുടെ രാജ്യത്ത്. ഇതൊരു ഏകദേശ കണക്കാണ്. 28 ദശലക്ഷം ടൺ പഞ്ചസാരയാണ് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമായി വരുന്നത്. അതായത് ഉപഭോക്താക്കൾ, മനുഷ്യർ സാധാരണയായി ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവാണിത്. ഇനി ഇതാ വാണിജ്യ ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ എഥനോൾ ഉൽപാദനത്തിന് വേണ്ടി വരുന്നത് 3.1 ദശലക്ഷം ടൺ പഞ്ചസാര അല്ലെങ്കിൽ കരിമ്പ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ കരിമ്പ്, എഥനോൾ, നമുക്കറിയാം എഥനോൾ എന്ന ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏറ്റവും അവിഭാജ്യമായ ഘടകം എന്നത് കരിമ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എഥനോൾ ഉപഭോഗത്തിന് വേണ്ടി കരിമ്പിനെ ഇപ്പോൾ വലിയൊരു ശതമാനം വ്യവസായികൾ, എഥനോൾ ഉൽപ്പാദകർ ഉപയോഗിക്കുന്നു. അതിൻ്റെ അളവിൽ വലിയ തോതിൽ വർധനമുണ്ടായി എന്നതാണ് കണക്കുകൾ. ഇതോടൊപ്പം തന്നെ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി ഉത്സവ സീസണിൽ പഞ്ചസാരയുടെ വില ഇനിയും വർദ്ധിക്കും എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടിയുള്ള അടിയന്തരമായ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. അതിലെടുത്തു പറയേണ്ടത്, നേരത്തെ 2018 മുതൽ രാജ്യത്തെ കരിമ്പ് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആ കൃഷി നിലനിർത്തുന്നതിന് വേണ്ടി വിദേശത്ത് നിന്നുള്ള പഞ്ചസാര ഇറക്കുമതിക്ക് അടക്കം നികുതി ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. 100% അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഇപ്പോൾ പഞ്ചസാര ഇറക്കുമതിക്കുള്ളത്. ഈ വില ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ അത് ഒഴിവാക്കും, അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്താൻ ആണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ പരിമിതമായ അളവിൽ രാജ്യത്തേക്ക് പഞ്ചസാര ഇറക്കുമതി ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ വിവരം. അവിടെ ഓർമ്മിപ്പിക്കേണ്ടത്, വ്യാപകമായി പഞ്ചസാര ഇറക്കുമതി ചെയ്താൽ അത് നമ്മുടെ രാജ്യത്തെ കരിമ്പ് കർഷകരെ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെ നിയന്ത്രിതമായ അളവിൽ ഈ 100% കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്തിക്കൊണ്ട് രാജ്യത്തേക്ക് പഞ്ചസാര ഇറക്കുമതി ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. മറ്റൊന്ന്, ഈ വില വർദ്ധിക്കുമ്പോൾ അവിടെ കൃത്രിമമായി പൂഴ്ത്തിവയ്പ്പിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ പൂഴ്ത്തിവെപ്പ് തടയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൊത്ത വിൽപ്പന വ്യാപാരികളുടെ സ്റ്റോക്കിന് പരിധി നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്നതാണ്. ഡീലർമാർ ഈ പരിധിക്ക് അനുസരിച്ച് ഓരോ ആഴ്ചകളിലും, അതായത് ചില്ലറ വിൽപ്പനയ്ക്കായി പഞ്ചസാര വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡീലർമാർ ആഴ്ച തോറും ഈ പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ പുതുക്കി നൽകേണ്ടതായി വരും എന്നുള്ളതാണ്. നേരത്തെ ഒരു നിശ്ചിത സമയക്രമത്തിൽ ആയിരുന്നു ഈ സ്റ്റോക്ക് വിവരങ്ങൾ നൽകേണ്ടത് എങ്കിൽ ഇനി മുതൽ ആഴ്ചയിൽ ഇത് പുതുക്കി നൽകേണ്ടതായി വരുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള മറ്റൊരു നടപടി. അതോടൊപ്പം തന്നെ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. അതായത് വിപണിയിൽ പഞ്ചസാര ലഭിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ചുകൊണ്ട് വലിയ തോതിൽ കൊള്ളലാഭം നേടുവാനുള്ള ശ്രമങ്ങൾ നടക്കും. അതിനെ തടയുന്നതിന് വേണ്ടിയാണ് ഡീലർമാർക്ക് സ്റ്റോക്കിൽ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ്. അതായത് ഒരു ഡീലർക്ക് ഒരു മാസം പരമാവധി 4000 ക്വിൻ്റലിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അങ്ങനെ 4000 ക്വിൻ്റലിൽ അധികം കൈവശം വയ്ക്കുകയാണെങ്കിൽ വിപണിയിൽ കൃത്രിമത്വം സൃഷ്ടിക്കുകയും അങ്ങനെ വിപണിയിലേക്കുള്ള ലഭ്യത കുറയ്ക്കുകയും ചെയ്യും. അവിടെ സ്റ്റോക്ക് അധികമായി ഈ മൊത്ത വിതരണക്കാൾ കരുതി വയ്ക്കും. പക്ഷേ ഇപ്പോൾ 4000 ക്വിൻ്റലിൽ അധികം ഒരു മാസം 30 ദിവസത്തിനിടെ സൂക്ഷിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകുന്നതോടുകൂടി വിപണിയിലേക്ക് പഞ്ചസാരയുടെ ലഭ്യത വർദ്ധിക്കുമെന്നും അങ്ങനെ പഞ്ചസാരയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നിലവിൽ ഈ പഞ്ചസാര എന്നത് വലിയ തോതിൽ വില വർദ്ധിച്ചു കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 ദിവസത്തിനിടെ തന്നെ 6 രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ തന്നെ 50 രൂപയോടടുത്ത് ഒരു കിലോയ്ക്ക് വില നിൽക്കുന്നു. ചിലയിടങ്ങളിലെങ്കിലും 50 രൂപയ്ക്ക് മുകളിലേക്ക്
ക്വാളിറ്റി കൂടിയ പഞ്ചസാരയ്ക്ക് വിലയുണ്ട്. 65 രൂപ വരെയാണ് കേരളത്തിൽ ഈ ക്വാളിറ്റി കൂടിയ പഞ്ചസാരയുടെ വില. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഓണ സീസണുകളിൽ വില വർദ്ധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് വില നിയന്ത്രിക്കുന്നതിന്, പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.